ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആദ്യത്തെ യൂസ് തന്നെ മുഖം നല്ല നിറം വെക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ കൈക്ക് വന്ന ഡിഫറൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ലൈവായിട്ട് റിസൾട്ട് കാണിച്ചു തരുന്നുണ്ട്. ആ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ട്രൈ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാതെ തിരിച്ചു പോകാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഫേസ് പാക്ക് തയ്യാറാക്കുക എന്നുള്ളത് വീഡിയോ കാണാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇല്ലാത്ത വീടൊന്നും എവിടെയും ഉണ്ടാവില്ല. ഒരുവിധം എല്ലാവരുടെ വീട്ടിലുള്ള സാധനമാണ്. ഈ ഉരുളക്കിഴങ്ങിനെ നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇതുപോലത്തെ ഒരു ഗ്രേറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ മിക്സിയുടെ ജാറിൽ ചെറിയ പീസസ് ആയിട്ട് ഒട്ടും വെള്ളം ഇല്ലാണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പ്രത്യേകം പറയുകയാണ്, ഒട്ടും വെള്ളം ചേർക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പൊട്ടാറ്റോൻ്റെ എക്സാക്റ്റ് ജ്യൂസാണ് വേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് ഫേസ് പാക്ക് തയ്യാറാക്കി ഇടുക എന്നാണെങ്കിൽ ഭയങ്കര നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ ചെറുകിയെടുക്കാം. അപ്പോൾ ആ ഒരു മീഡിയം സൈസ് പൊട്ടാറ്റോ ഞാൻ കംപ്ലീറ്റ് സ്ക്രാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ വളരെ ചെറുത് എടുക്കരുത് കേട്ടോ. അത്യാവശ്യം മീഡിയം സൈസുള്ളത് തന്നെ എടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആവശ്യത്തിനുള്ള ജ്യൂസ് കിട്ടൂ. ഇനി നമുക്ക് ഇതൊരു അരിപ്പയിൽ കൂടി അരിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താലാണ് നമുക്ക് അരിപ്പയിൽ കൂടി അരിച്ചെടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ സ്ക്രാപ്പർ ഉള്ളവർ സ്ക്രാപ്പർ തന്നെ യൂസ് ചെയ്യുക. അല്ലാത്തവർക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഇതേപോലെ നീര് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ പിഴിയുമ്പോൾ നീര് കിട്ടും, അത് സ്ക്രാപ്പ് ചെയ്തെടുത്തതുകൊണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു 4 ടേബിൾ സ്പൂണിൻ്റെ മേലത്തോളം നീര് കിട്ടും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പൊട്ടാറ്റോൻ്റെ അളവ് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ നീര് കിട്ടുന്നുണ്ടാകുക കേട്ടോ. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണെങ്കിലും പൊട്ടാറ്റോ നീര് നിങ്ങൾ എടുത്തിരിക്കണം. അപ്പോൾ ഞാനിത് നന്നായി പിഴിഞ്ഞ് നീരെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങേൻ്റെ നീര് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. അരമുറി, അതായത് നിങ്ങളടുത്ത് വലിയ ചെറുനാരങ്ങയിലാണ് ഒരു ടേബിൾ സ്പൂണ് കംപ്ലീറ്റ് നീര്, അതാണ് ഇനി വേണ്ടത്. അതിനുശേഷം ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ പൊട്ടാറ്റോൻ്റെ സ്റ്റാർച്ച് അടിയിൽ ഇങ്ങനെ ഊറി നിൽക്കും. ആ സ്റ്റാർച്ചാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അതാണ് നമ്മളെ സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സാധനം. ഈ പൊട്ടാറ്റോൻ്റെ സ്റ്റാർച്ചും അതിൻ്റെ നീരും ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ ഈ ചെറുനാരങ്ങേൻ്റെ കൂടെ ആ സ്റ്റാർച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടണം, അല്ലെങ്കിൽ അത് അടിയിൽ ഇങ്ങനെ ഊറി നിൽക്കും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം കംപ്ലീറ്റ് ഞാൻ കടലപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു പൊട്ടാറ്റോ ജ്യൂസിന് 1 ടേബിൾ സ്പൂണ് കടലപ്പൊടി കറക്റ്റ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ എടുക്കുന്ന പൊട്ടാറ്റോൻ്റെ വലിപ്പവും നിങ്ങൾക്ക് കിട്ടുന്ന ജ്യൂസിൻ്റെ അളവും അനുസരിച്ചിട്ട് നിങ്ങൾ കടലപ്പൊടി 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് വേണ്ടത് മുഖത്തിടാൻ പറ്റിയ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടണം. അതിന് ആവശ്യത്തിനുള്ള കടലമാവ് നിങ്ങൾക്ക് ചേർക്കാം. പക്ഷെ അധികം ടൈറ്റായി പോകാനും പാടില്ല, കൂടുതൽ ലൂസായി പോകാനും പാടില്ല. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഞാനിത് നന്നായി മിക്സ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു കടലപ്പൊടി നിങ്ങൾ നന്നായി മിക്സ് ചെയ്യണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ആ പൊട്ടാറ്റോൻ്റെ സ്റ്റാർച്ച്, നീര്, അതുപോലെ നമ്മളെ ചെറുനാരങ്ങ, കടലപ്പൊടി എല്ലാം കൂടിയിട്ട് നന്നായി കടലപ്പൊടിൻ്റെ എല്ലാ ഭാഗത്തും മിക്സ് ആയിട്ട് കിട്ടണം. എന്നാൽ മാത്രം നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ ഇളക്കി എടുത്തിട്ടുണ്ട്. ആ പൊട്ടാറ്റോൻ്റെ സ്റ്റാർച്ച് അടിയിൽ നിന്ന് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് നിങ്ങളെ കയ്യിലാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് മുഖത്തും കഴുത്തിലും കയ്യിലും കാലിലും എല്ലാം ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ മുഖം ആദ്യം ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പോ ഉപയോഗിച്ച് നന്നായി വൃത്തിയായി കഴുകി തുടച്ചതിന് ശേഷമാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സർക്കുലാർ മോഷനിൽ ഒരു 2 മിനിറ്റെങ്കിലും നമ്മുടെ മുഖം നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കണം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നന്നായി 2 മിനിറ്റ് നിങ്ങളൊന്ന് മുഖത്തേക്ക് മസാജ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, കയ്യിലും കാലിലും എല്ലാം നിങ്ങൾക്കിത് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. കഴുത്തിലും എല്ലാം നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഡ്രൈ ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാനിത് നമുക്ക് കഴുകി എടുക്കേണ്ട വെള്ളമെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കൈ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഡ്രൈ ആയി കിട്ടിയാൽ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഫസ്റ്റ് അതിൻ്റെ ആ ഒരു മേലുള്ള പൊടിയെല്ലാം ഒന്ന് തട്ടിക്കളിയുക. പക്ഷെ നമ്മൾ മുഖത്തുനിന്ന് ഇത് നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കയ്യിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളിത് റിമൂവ് ചെയ്തെടുക്കുക. എല്ലാം മുഖത്തിന് നല്ല വേദന ഉണ്ടാവും, വേദന എടുക്കും ഇത് റിമൂവ് ചെയ്തെടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് കുറച്ചൊന്ന് വെള്ളം കയ്യിലാക്കിയിട്ട് ഇതേപോലെ ഫസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക കേട്ടോ.
ആ റിമൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം മാറ്റം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തത് മുഖത്തായാലും കയ്യിലായാലും നിങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. മുഖത്തുനിന്ന് ശരിക്കും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നനച്ചു കൊടുത്തതിന്, അതായത് കൈ ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. അതിന് ശേഷം ശരിക്കുള്ള വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ എൻ്റെ കൈ കണ്ടോ, ഞാനിപ്പോൾ ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എത്രത്തോളം കളർ വന്നിട്ടുണ്ട് എന്നൊന്ന് നോക്കിയിട്ട് നിങ്ങൾ. അതുപോലെ തന്നെ ഫേസിലും നല്ല മാറ്റം കിട്ടും. നിങ്ങളിത് ആഴ്ചയിൽ നിങ്ങൾക്ക് 2 or 3 പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലൊരു മാറ്റം മുഖത്ത് വരുന്നതായിരിക്കും. നല്ലൊരു കളർ മുഖത്ത് കിട്ടും. മുഖത്തെ കറുത്ത പാടും കരുവാളിപ്പും ഒക്കെ മാറും. ഇനി ഇത് ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു എന്താ പറയുക, ഒരു പശപശപ്പ് ഉണ്ടാവും നമ്മുടെ കൈമേൽ ഇത് കഴുകിയെടുക്കുമ്പോൾ. അതാണ് ഞാൻ പറഞ്ഞ ആ പൊട്ടാറ്റോ സ്റ്റാർച്ചിൻ്റെ ഒരു എഫക്റ്റാണ് അത്. അതായത് സോപ്പിട്ട് കഴുകുന്ന പോലെ ഒരു പത ഉണ്ടാവും അതിന്, ഒരു ഊരുന്ന ടൈപ്പാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനിത് നന്നായി കഴുകിയെടുത്ത് തുടച്ച് ഞാൻ എൻ്റെ 2 കൈയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒരു കൈക്ക് വരുന്ന ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതങ്ങനെ ഡിഫറൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ട്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് നോക്കിയേ, നല്ലൊരു എന്താ പറയുക, ഒരു സോഫ്റ്റ് ആവും ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ, ഒരു ഫ്രഷ് ലുക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഫസ്റ്റ് ഒറ്റ യൂസിൽ നിങ്ങളെ മുന്നിൽ നിന്ന് ചെയ്യുന്ന റിസൾട്ടാണിത്. ഇത് നിങ്ങളൊരു 3 or 4 പ്രാവശ്യം ആഴ്ചയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ മുഖത്ത് വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നതായിരിക്കും. നല്ലൊരു ഗ്ലോ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ ഞാനിത് 2 കൈയും വെച്ച് കാണിച്ചാൽ ഇവിടെ ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആകുന്നുണ്ടെന്ന് അറിയില്ല, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നിന് ഒരു നല്ലൊരു കളർ വന്നിട്ടുണ്ട്, ഒരു പ്രത്യേക ഒരു കളർ വന്നിട്ടുണ്ട്. മറ്റേതിന് അത്ര ഒരു ഗ്ലോ സോഫ്റ്റ്നെസ് ഒന്നും തോന്നുന്നുണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പൊട്ടാറ്റോ ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്കിൻ്റെ റിസൾട്ട്. ഇത് 3ഉം, അതായത് പൊട്ടാറ്റോ ആയാലും ചെറുനാരങ്ങ ആയാലും കടലപ്പൊടി ആയാലും ഏകദേശം എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ഇത്രത്തോളം റിസൾട്ടാണ് ഫസ്റ്റ് യൂസിൽ തന്നെ കിട്ടുന്നത്. മുഖത്തും നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.